السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. നാം കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി അഹ്കാമു തജ്വീദിലെ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ പഠിച്ചു. സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ തഫ്ഖീം, തർക്കീഖ് എന്നീ നിയമങ്ങൾ പഠിച്ചു. സാക്കിനായ നൂനിനും തൻവീനിനും 4 നിയമങ്ങളാണുള്ളത്. 1 ഇദ്ഹാർ, 2 ഇദ്ഗാം, 3 ഇഖ്ഫാ, 4 ഇഖ്ലാബ്. അതിൽ ഇദ്ഹാറിന് 6 അക്ഷരങ്ങൾ, തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന 6 അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഹാർ വെളിവാക്കി കൊണ്ടോതണം. ഇദ്ഗാമിന് യർമലൂന എന്ന വാക്കിലുള്ള 6 അക്ഷരങ്ങൾ, അവ വന്നാൽ ഇരട്ടിപ്പിക്കുകയാണ് വേണ്ടത്. അഥവാ സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷമുള്ള അക്ഷരത്തിന് ഷദ് വരും. അത് തന്നെ 2 ആക്കി തിരിച്ചു. 1 ഇദ്ഗാം ബിഗുന്ന, മണിച്ചുകൊണ്ട് ചേർത്തി ഓതാനുള്ള 4 അക്ഷരങ്ങൾ, നൗമി എന്ന വാക്കിലുള്ള 4 അക്ഷരങ്ങൾ. പിന്നീട് റാ, ലാം എന്നീ അക്ഷരങ്ങൾ മണിക്കാതെ ചേർത്തി ഓതാനുള്ളവ. അപ്പോൾ ഇദ്ഹാറിൻ്റെ 6ഉം ഇദ്ഗാമിൻ്റെ 6ഉം 12 അക്ഷരങ്ങളായി. 13ാമത്തേത് ഇഖ്ലാബിൻ്റെ ഒരേ ഒരു അക്ഷരം ബാ. സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ബാ വന്നു കഴിഞ്ഞാൽ അവിടെ ആ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ മീമാക്കി മറിച്ചുകൊണ്ട് മണിച്ചുകൊണ്ട് ഓതണം. ഇപ്പോൾ 12ഉം 1ഉം 13 അക്ഷരങ്ങളായി. ഇനി 15 അക്ഷരങ്ങളാണ് ബാക്കി. ആ 15 അക്ഷരങ്ങൾക്കും ഇഖ്ഫ ചെയ്തുകൊണ്ട് പാരായണം ചെയ്യാണ് ചെയ്യുക. അഥവാ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും യഥാർത്ഥ ഉച്ചാരണം മറച്ചു വെച്ചുകൊണ്ട് 2 ഹർക്കത്ത് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ഇത് നാം ഉദാഹരണ സഹിതം ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. പിന്നീട് നാം സാക്കിനായ മീമിൻ്റെ നിയമം പഠിച്ചു. സാക്കിനായ മീമിന് 3 നിയമങ്ങളാണുള്ളത്. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും 4 നിയമങ്ങളിൽ ഇഖ്ലാബ് ഒഴികെയുള്ള 3 നിയമങ്ങൾ സാക്കിനായ മീമിനുണ്ട്. സാക്കിനായ മീമിന് ശേഷം മീം തന്നെ വരികയാണെങ്കിൽ ഇദ്ഗാം. സാക്കിനായ മീമിന് ശേഷം ബാ വരികയാണെങ്കിൽ ഇഖ്ഫാ. ബാക്കി 26 അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാലും ആ സാക്കിനായ മീമിനെ വെളിവാക്കിക്കൊണ്ട് പാരായണം ചെയ്യണം. ഇത് നാം പഠിച്ചു. പിന്നീട് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് തർക്കീക്കും തഫ്ഹീമുമാണ്. കനപ്പിക്കുക, നേരിയതാക്കുക. ഈ തഫ്ഹീമും തർക്കീക്കും ലഫ്ദുൽ ജലാലത്തിലുണ്ട് എന്ന് നാം പഠിച്ചു. ലഫ്ദുൽ ജലാലത്തിന് മുൻപ് ഫത്ഹോ ലമ്മോ വരുമ്പോൾ അത് കനപ്പിച്ചുകൊണ്ട് വല്ലാഹു ഗഫൂറുർ റഹീം, അഹ്സാഹു അല്ലാഹു വനസൂഹ്, ഇങ്ങനെ കനപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ലഫ്ദുൽ ജലാലത്തിൻ്റെ മുൻപ് കിസ്ർ വരികയാണെങ്കിൽ അവിടെ തർക്കീഖ് നേരിയതാക്കിക്കൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. ബിസ്മില്ലാഹി എന്നത് ഉദാഹരണം. മറ്റൊന്ന് നമ്മൾ റാഇൻ്റെ തഫ്ഹീമും തർക്കീക്കും പഠിച്ചു. റാഇന് 7 സന്ദർഭങ്ങളിൽ തഫ്ഹീമാക്കിക്കൊണ്ട് കനപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്യണമെന്നും ഉച്ചരിക്കണമെന്നും 5 സന്ദർഭങ്ങളിൽ തർക്കീഖാക്കിക്കൊണ്ട് ഉച്ചരിക്കണമെന്നും നാം പഠിച്ചു. അതിൻ്റെ ഉദാഹരണങ്ങളെല്ലാം നാം കണ്ടു കഴിഞ്ഞു. ഇന്ന് നാം മദ്ദിൻ്റെ നിയമങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. മദ്ദിൻ്റെ നിയമം. മദ് പരിശുദ്ധ ഖുർആൻ പാരായണത്തിന് അതിൻ്റെ രാഗം നൽകുന്നത് സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും സാക്കിനായ മീമിൻ്റെയും ഒക്കെ നിയമങ്ങളാണ് എന്ന് നാം പറഞ്ഞിരുന്നു. എന്നാൽ ഖുർആൻ പാരായണത്തിന് അതിൻ്റെ ഈണം നൽകുന്നത് മുഖ്യമായും
മദ്ദിൻ്റെ നിയമങ്ങളാകുന്നു. മദ്ദിൻ്റെ നിയമങ്ങൾ അതാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. സ്ക്രീൻ ഷെയർ പ്ലീസ്. അഹ്കാമുൽ മദ്, മദ്ദിൻ്റെ നിയമങ്ങൾ. മദ് എന്നാൽ അറബി ഭാഷയിൽ ഒരക്ഷരത്തിന് ദൈർഘ്യം കൊടുക്കാൻ, ഒരക്ഷരത്തെ നീട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് 3 അക്ഷരങ്ങളാകുന്നു. അലിഫ്, വാവ്, യ. ഹുറൂഫുൽ മദ്ദിയ എന്ന് പറയും, മദ്ദിൻ്റെ അക്ഷരങ്ങൾ. ഫതഹിനെ നീട്ടാൻ അലിഫ് ഉപയോഗിക്കും, വമ്മിനെ നീട്ടാൻ വാവ്, കിസറിനെ നീട്ടാൻ യ. ഇനി നമുക്ക് മദ്ദിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, ഇവിടെ മദ്ദിൻ്റെ ഉദാഹരണങ്ങൾ. ഖാല, യഖൂലു, ഖീല. അവിടെ അലിഫും വന്നു, വാവും വന്നു, യാവും വന്നു, 3 മദ്ദിൻ്റെ അക്ഷരങ്ങളും വന്നു. അത് തന്നെ 3ഉം കൂടി ഒരേ വാക്കിൽ വന്നിരിക്കുന്നു. നൂഹീഹ, നൂഹീഹ. മദ്ദുകൾ അടിസ്ഥാനപരമായി 2 വിധമുണ്ട്. ഒന്ന് തബഴിയായ മദ് എന്ന് പറയും, അതിന് അസ്ലിയായ മദ് എന്നും പറയും. രണ്ടാമത്തേത് മദ്ദുൻ ഗൈറു തബഴി, അസാധാരണമായ മദ്, ഫറഴിയായ മദ് എന്നും അതിന് പറയും. ഇവിടെ നാം ഈ കാണിച്ച ഉദാഹരണങ്ങൾ എല്ലാം തന്നെ തബഴിയായ മദ് ആകുന്നു, അസ്ലിയായ മദ് ആകുന്നു. ഖാല, യഖൂലു, ഖീല, നൂഹീഹ. ഈ തബഴിയായ മദ് 2 ഹർക്കത്താണ് നീട്ടേണ്ടത്. ഒരു ഹർക്കത്ത് എന്നാൽ മുമ്പ് നാം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ചൂണ്ടുവിരൽ ഒരു മീഡിയം സ്പീഡിൽ മടക്കാനുള്ള സമയമാണ് ഒരു ഹർക്കത്ത്. അതേ സ്പീഡിൽ നിവർത്താൻ 2 ഹർക്കത്തായി. 1, 2, ഇതാണ് 2 ഹർക്കത്ത്. ഈ 2 ഹർക്കത്താണ് തബഴിയായ മദ് നീട്ടേണ്ടത്. അത് ആ 2 ഹർക്കത്ത് നീട്ടൽ നിർബന്ധവുമാണ്. കാരണം അടുത്ത സ്ലൈഡ്. കാരണം ഈ തബഴിയായ മദ് 2 ഹർക്കത്ത് നീട്ടാതിരുന്നു കഴിഞ്ഞാൽ ആ വാക്കിന് ലഭിക്കേണ്ട യഥാർത്ഥമായ അർത്ഥം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, അത് മറ്റൊരു വാക്കായി, മറ്റൊരർത്ഥമായി തീരുകയും ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അറബിയിൽ സാഴ, സാഴ, ആ സീനിനെ 2 ഹർക്കത്ത് നീട്ടിക്കൊണ്ട് വായിക്കുമ്പോൾ സാഴ, സാഴ എന്ന് പറഞ്ഞാൽ സമയം, മണിക്കൂർ, ക്ലോക്ക് എന്നൊക്കെ അതിനർത്ഥം വരും സന്ദർഭാനുസാരം. എന്നാൽ ആ സാഴ എന്ന സീനെ നീട്ടാതെ നാം വായിച്ചു കഴിഞ്ഞാൽ സാഴ എന്നാണ്. സാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറ്റൊരർത്ഥമാണ്. സാഴ എന്ന് പറഞ്ഞാൽ വിശാലത എന്നാകുന്നു അതിൻ്റെ അർത്ഥം. തീർത്തും വ്യത്യസ്തമായ ഒരു വാക്കായി അത് തീരും. അപ്പം അതുകൊണ്ട് തന്നെ തബഴിയായ മദ് 2 ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാകുന്നു. അല്ലാതിരുന്നാൽ ആ വാക്ക് മറ്റൊന്നായി തീരും. അതൊന്ന് മലയാളവൽക്കരിച്ച് പറഞ്ഞാൽ നമ്മൾ കേട്ടു, കേട്ടു എന്ന് പറയുന്നു. എന്താ അതിൻ്റെ അർത്ഥം? നമുക്കൊക്കെ അറിയാം. എന്നാൽ ആ കേ എന്ന് നീട്ടാതെ പറഞ്ഞാൽ കെട്ടു എന്നാണ്. കെട്ടു എന്നതിൻ്റെ അർത്ഥവും കേട്ടു എന്നതിൻ്റെ അർത്ഥവും ഒന്നാണോ? അല്ല, രണ്ടും 2 വാക്കുകളാണ്, 2 അർത്ഥമാണ്. പരിശുദ്ധ ഖുർആനാവട്ടെ ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളും അങ്ങേയറ്റത്തെ അർത്ഥസമ്പുഷ്ടമാണ്. വളരെ ആഴത്തിലുള്ള അർത്ഥമാണ് പരിശുദ്ധ ഖുർആനിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിലെ ഓരോ വാക്കുകളും അത് നീട്ടേണ്ട അളവിൽ നീട്ടിയേ തീരൂ. അല്ലാതിരുന്നാൽ പരിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥത്തിലും ആശയത്തിലുമാണ് വലിയ അന്തരം ഉണ്ടായിത്തീരുക. ഇനി മദ്ദുകൾ മൊത്തം 7 വകുപ്പുകളാണ്, 7 വിധം മദ്ദുകളാണ്.
അത് ഇപ്പോൾ നമ്മൾ ഓരോന്ന് ഓടിച്ചു പോവുകയാണ്. എന്നിട്ട് ഓരോ ഇനം മദ്ദുകളും നമ്മൾ ഉദാഹരണ സഹിതം വിവരിക്കും. ഒന്ന് വാജിബ് മുത്തസിൽ, 2 ജായിസ് മുൻഫസിൽ, 3 മദ്ദുസ്സില, 4 മദ്ദുൽ ലാസിം, 5 മദ് അൽ ആരിൽ ലിസുക്കൂൻ, 6 മദ്ദുൽ ഇവള്, 7 മദ്ദുൽ ലീൻ. ഇങ്ങനെ 7 വിധം മദ്ദുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളത് ഓരോന്നോരോന്നായിട്ട് പഠിക്കാൻ പോവുകയാണ്. അടുത്തത് വാജിബ് മുത്തസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മദ് അടിസ്ഥാനപരമായി 2 വിധമാണ്, 2 വിഭാഗമാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് തബഴിയായ മദ്, മറ്റൊന്ന് ഗൈറു തബഴിയായ മദ്. അവ കസ്ലിയായ മദ് എന്നും ഫറഴിയായ മദ് എന്നും പറയും. ഓക്കെ, ഈ തബഴിയായ 2 ഹർക്കത്ത് നീട്ടേണ്ട മദ് ചില പ്രത്യേക കാരണങ്ങളാൽ അസാധാരണമായി കൂടുതൽ നീട്ടേണ്ട മദ്ദായി തീരും. അതിനാണ് ഫറഴിയായ മദ് എന്നും ഗൈറു തബഴിയായ മദ് എന്നും പറയുന്നത്. ഇതെങ്ങനെയാണ് അങ്ങനെ അസാധാരണമായി നീട്ടേണ്ട മദ്ദായി തീരുന്നത്? ഒന്ന്, മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം, മദ്ദിൻ്റെ അക്ഷരങ്ങൾ 3 എന്ന് നമ്മൾ പറഞ്ഞു, അലിഫ്, വാവ്, യാ. ഒന്നുകിൽ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസ വരിക, അപ്പോൾ അത് അസാധാരണമായി നീട്ടേണ്ട മദ്ദായി തീരും. അഥവാ 4 ഹർക്കത്ത് നീട്ടണം, അത് 5 വരെ ആകാം. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തത്. കണ്ടില്ലേ, വജീ അ, മദ്ദിൻ്റെ അക്ഷരമായ ന് ശേഷം ഹംസ വന്നു. ഓക്കെ, അടുത്ത ഉദാഹരണം അമ്മ യതസാഅലൂൻ. കണ്ടില്ലേ, യതസാഅലൂൻ, അവിടെ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം, അവിടെ അലിഫാണ് വന്നത്, അതിന് ശേഷം ഹംസയാണ്. അപ്പം മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം വജീ അ എന്നിടത്തും ഹംസ വന്നു, യതസാഅലൂൻ എന്നിടത്തും ഹംസ വന്നു. ഇനി മൂന്നാമത്തെ ഉദാഹരണം, അവസാനത്തിൽ സൂഉൽ അദാബ്, മദ്ദിൻ്റെ അക്ഷരമായ വാവ് വന്നു, അതിനുശേഷം ഹംസയാണ് വന്നത്. ഇങ്ങനെ മദ്ദിൻ്റെ അക്ഷരങ്ങൾക്ക് ശേഷം ഹംസ വരുമ്പോൾ അത് 4 ഹർക്കത്ത് നീട്ടേണ്ട മദ്ദായി തീരും. അത് തന്നെ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസ വരുന്നത് 2 രീതിയിലുണ്ട്. ഒന്ന്, മദ്ദിൻ്റെ അക്ഷരവും ഹംസയും ഒരേ വാക്കിൽ വരിക. ഇവിടെ 3ഉം അങ്ങനെയാണ് വന്നിട്ടുള്ളത്. വജീ അ, ആ വാക്കിൽ തന്നെയാണ് മദ്ദിൻ്റെ അക്ഷരം, അതിൽ തന്നെയാണ് ഹംസ. യതസാഅലൂൻ, അതും അങ്ങനെയാണ്. സൂഉ, അതും അങ്ങനെയാണ്. ഇങ്ങനെ മദ്ദിൻ്റെ അക്ഷരവും ഹംസയും ഒരേ വാക്കിൽ വരുന്നത് കൊണ്ട് അതിന് മുത്തസിൽ എന്ന് പറയും. മുത്തസിൽ എന്നാൽ ചേർന്ന് വരുന്നത് എന്നാണ് അർത്ഥം. മദ്ദിൻ്റെ അക്ഷരവും ഹംസയും ചേർന്ന് വന്നു എന്നർത്ഥം. ഈ മുത്തസിലായ മദ് 4 ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ്, വാജിബാണ്. ഇനി ഞാൻ ഈ 3 ഉദാഹരണങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى وجيء يومئذ بجهنم. അടുത്തത് عما يتساءلون عما يتساءلون. മൂന്നാമത്തെ ഉദാഹരണം فوقاه الله سيئات ما مكروا وحاق بآل فرعون سوء العذاب وحاق بآل فرعون سوء العذاب. അപ്പോൾ ഈ കാണിച്ച 3 ഉദാഹരണങ്ങളും മുത്തസിലായ മദ്ദിൻ്റെ ഉദാഹരണമാകുന്നു. ഇനി മത്സരത്തിൽ നിങ്ങളോട് മദ്ദിൻ്റെ അക്ഷരവും ഹംസയും ഒരേ വാക്കിൽ വരുന്ന ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയേണ്ടത് മുത്തസിൽ എന്നാണ്. വാജിബ് മുത്തസിൽ എന്നും പറയാം, എന്നാൽ നിങ്ങൾക്ക് വിലപ്പെട്ട ഒരു മാർക്ക് സമ്പാദിക്കാം. അടുത്തത്
ഈ വാജിബ് മുത്തസിലിൻ്റെ തന്നെ കുറേ ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുകയാണ്. കുറേ ഉദാഹരണങ്ങൾ. വറാഅ, അഫാഅ, ഷാഅ, ജസാ, ഹുനഫാഅ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഇത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസ വരുന്നുണ്ടോ അവയൊക്കെ 4 ഹർക്കത്ത് നിർബന്ധമായും നീട്ടിക്കൊണ്ട് പാരായണം ചെയ്യുക. അടുത്തത്, ഇനി മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസ വരുന്നത് 2 വിധമുണ്ട് എന്ന് പറഞ്ഞു. അതിലൊരു വിധമാണ് നമ്മൾ കണ്ടത്, മുത്തസിൽ. മദ്ദിൻ്റെ അക്ഷരവും ഹംസയും ഒരേ വാക്കിൽ ചേർന്ന് വരിക. എന്നാൽ രണ്ടാമത്തെ ഇനം ഏതാണെന്ന് ചോദിച്ചാൽ മദ്ദിൻ്റെ അക്ഷരം ഒരു വാക്കിലും അതിനുശേഷമുള്ള ഹംസ മറ്റൊരു വാക്കിലുമായി വേർപിരിഞ്ഞ് വരിക. അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ കൊടുത്തത്. വല്ലദീ, ആ വാക്കിലാണ് മദ്ദിൻ്റെ അക്ഷരം. എന്നാൽ അഖ്റജ എന്ന മറ്റൊരു വാക്കിൽ ഹംസ വന്നു. രണ്ടാമത്തേത് കല്ലാ എന്ന വാക്കിൽ മദ്ദിൻ്റെ അക്ഷരം വന്നു. ഇന്ന എന്ന മറ്റൊരു വാക്കിലാണ് ഹംസ വന്നത്. മൂന്നാമത്തേതും വഇദൻഖലബൂ എന്ന വാക്കിൽ മദ്ദിൻ്റെ അക്ഷരമായ വാവ് വന്നു. എന്നാൽ ഇല എന്ന മറ്റൊരു വാക്കിൽ ഹംസയും വന്നു. അതുകൊണ്ട് തന്നെ ഇവക്ക് മുൻഫസിൽ എന്ന് പറയുന്നു. മുൻഫസിൽ എന്നാൽ വേർപിരിഞ്ഞ് വരിക. മദ്ദിൻ്റെ അക്ഷരം ഒരു വാക്കിലും ഹംസ മറ്റൊരു വാക്കിലും വരിക. ഇത് മുൻഫസിലായ മദ്ദാണ്. ഇത് വാജിബല്ല, ജായിസാണ്. എന്ന് വെച്ചാൽ ഇത് 4 ഹർക്കത്ത് നീട്ടൽ വാജിബല്ല, ജായിസാണ്. അപ്പോൾ ഒന്ന് വാജിബാണ്, ഒന്ന് ജായിസാണ് എന്ന വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ രണ്ടും നീട്ടുമ്പോൾ നീട്ടേണ്ടത് 4 ഹർക്കത്ത് തന്നെയാണ്. ഈ വാജിബും ജായിസും ഒക്കെ തന്നെ 4 ഹർക്കത്താണ് നീട്ടേണ്ടത്. അത് 5 വരെ ആകാവുന്നതാണ്. ഇനി ഞാൻ ഈ 3 ഉദാഹരണങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ആ മദ്ദിൻ്റെ അക്ഷരവും ഹംസയും വന്നിടത്ത് ശ്രദ്ധിക്കുക. വല്ലദീ അഖ്റജൽ മർഅ, വല്ലദീ അഖ്റജൽ മർഅ. അടുത്തത് കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. كلا إن كتاب الفجار لفي سجين. മൂന്നാമത്തെ ഉദാഹരണം وإذا انقلبوا إلى أهلهم انقلبوا فكهين. وإذا انقلبوا إلى أهلهم انقلبوا فكهين. ഇപ്പോൾ അലിഫ്, വാവ്, യാ എന്നീ 3 മദ്ദിൻ്റെ അക്ഷരങ്ങളുടെയും മുൻഫസിലായ മദ്ദിൻ്റെ ഉദാഹരണങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കാണാം. ഇവിടെ മുൻഫസിലായ മദ്ദിൻ്റെ കുറേ ഉദാഹരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. വമാ ഉരീദു, വമാ അസ്വാബക, അതുപോലെ തന്നെ തതൂബാ ഇല, ഫമാ ആമന. ഇതൊക്കെ തന്നെ പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള മുൻഫസിലായ മദ്ദിൻ്റെ ഉദാഹരണങ്ങളാകുന്നു. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു വാക്കിൽ മദ്ദിൻ്റെ അക്ഷരവും മറ്റൊരു വാക്കിൽ ഹംസയും വരുന്നുവെങ്കിൽ അത് മുൻഫസിലായ മദ്ദാണ് എന്ന് മനസ്സിലാക്കുകയും അത് ഒരു 4 ഹർക്കത്ത് നീട്ടിക്കൊണ്ട് പാരായണം ചെയ്യുകയും ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ഖുർആൻ പാരായണ മത്സരം ഓൺലൈൻ 3rd റൗണ്ടിൽ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയേണ്ട ഉത്തരം മുൻഫസിൽ എന്നാണ്. ജായിസ് മുൻഫസിൽ എന്നും പറയാവുന്നതാണ്. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വിലപ്പെട്ട ഒരു മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അടുത്തത്
ഇനി നമ്മൾ മദ്ദിൻ്റെ 7 ഇനങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ 2 നമ്മൾ വിവരിച്ചു കഴിഞ്ഞു. മൂന്നാമത്തേതിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇവിടെ മദ്ദുസ്വില, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. മദ്ദുസ്വില എന്ന് വെച്ചാൽ ഹ ഉൽ വമീർ, മലയാളത്തിൽ സർവനാമം എന്ന് പറയും. നാം ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ച് ആദ്യം പേര് പറയും, പിന്നെ അയാൾ അല്ലെങ്കിൽ അത് എന്ന് പറയും. ഇതിനാണ് അറബിയിൽ ഹ ഉൽ വമീർ എന്നും മലയാളത്തിൽ സർവനാമം എന്നും പറയുന്നത്. ഈ സർവനാമത്തിൽ വരുന്ന ഹഇന് തജ്വീദ് പാരായണ നിയമത്തിൽ 3 അവസ്ഥകളുണ്ട്. ഈ 3 അവസ്ഥകളാണ് നാം ഈ പാഠത്തിൽ പഠിക്കുന്നത്. അതിലൊന്നാമത്തേത് മദ്ദുസ്സിലത്തു സുഗ്റ, ചെറിയ സില, സിലത്തു സുഗ്റ. അതെങ്ങനെയാണ്? ഇവിടെ ഉദാഹരണം നോക്കുക. ഇന്നഹു, അവിടെ ഹ ഉൽ വമീർ വന്നു. ഇന്നഹു, ഈ ഹ ഉൽ വമീറിന്റെ മുൻപോ ശേഷമോ സുക്കൂൻ വന്നിട്ടില്ലെങ്കിൽ അതിനെ ഒരു 2 ഹർക്കത്ത് നീട്ടണം. ഇതാണ് മദ് സിലത്തു സുഗ്റ, ചെറിയ സിലത്ത് എന്ന് പറയുന്നത്. 2 ഹർക്കത്താണ് നീട്ടേണ്ടത്. ഇപ്പൊ ഇവിടെ രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ. ഇന്നഹു അല, ഇന്നഹു അല. അവിടെയും ഹ ഉൽ വമീറിന് ശേഷം സുക്കൂൻ വന്നിട്ടില്ല, അതിൻ്റെ മുൻപും വന്നിട്ടില്ല. ഹ ഉൽ വമീറിന്റെ മുൻപോ ശേഷമോ സുക്കൂൻ വരാത്ത അവസ്ഥകളിൽ അതിനെ ഒരു 2 ഹർക്കത്ത് നീട്ടണം. ഇനി ഞാൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇന്നഹു ലഖൗലുൻ ഫസ്ൽ, ഇന്നഹു ലഖൗലുൻ ഫസ്ൽ, ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ, ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ. അവിടെ ഇന്നഹു എന്നിടത്ത് ഹ ഉൽ വമീർ വന്നിരിക്കുന്നു, റജ്ഇഹി എന്നിടത്തും വന്നിരിക്കുന്നു. രണ്ടിടത്തും സിലത്തു സുഗ്റയാണ്. 2 ഹർക്കത്ത് നീട്ടിക്കൊണ്ട് വേണം പാരായണം ചെയ്യാൻ. ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ. ഓക്കെ. ഇനി രണ്ടാമത്തേത്, ഒന്ന് സിലത്തു സുഗ്റ കണ്ടു കഴിഞ്ഞു. രണ്ടാമത്തേത് മദ്ദുസ്സിലത്തുൽ കുബ്ര, വലിയ സില. അതെങ്ങനെയാണ്? അത് ഹ ഉൽ വമീറിന് ശേഷം ഹംസ വരികയാണെങ്കിൽ. ഇപ്പൊ അവിടെ നൽകിയ ഉദാഹരണം, ഒന്നാമത്തെ ഉദാഹരണം നോക്കുക. വമാ യുഗ്നി അൻഹു മാലുഹു, മാലുഹു. അവിടെ ഹ ഉൽ വമീർ വന്നു, അതിനുശേഷം ഹംസയാണ് വന്നത്. അങ്ങനെ ഹ ഉൽ വമീറിന് ശേഷം ഹംസ വരികയാണെങ്കിൽ അത് 4 ഹർക്കത്ത് നീട്ടിക്കൊണ്ട് പാരായണം ചെയ്യണം. അതിന് സിലത്തുൽ കുബ്ര എന്ന് പറയും. രണ്ടാമത്തെ ഉദാഹരണം നോക്കുക താഴെ. വമാ യുകദ്ദിബു ബിഹി, ബിഹി ഹ ഉൽ വമീർ വന്നു, അതിന് ശേഷം ഹംസയാണുള്ളത്. അതുകൊണ്ട് അത് 4 ഹർക്കത്ത് നീട്ടണം. ഇനി ഞാൻ പാരായണം ചെയ്യുമ്പോൾ ഹ ഉൽ വമീറിന്റെ അടുത്തെത്തുമ്പോൾ ശ്രദ്ധിക്കുക. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ, വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. അടുത്ത ഉദാഹരണം. وما يكذب به إلا كل معتد أثيم، وما يكذب به إلا كل معتد أثيم. ഇപ്പോൾ നാം മദ്ദിന്റെ മൂന്നാമത്തെ ഇനമായ സിലത്തു സുഗ്റയും സിലത്തുൽ കുബ്രയും കണ്ടു. ഇനി മത്സരവേളയിൽ ഹ ഉൽ വമീറിന്റെ മുൻപോ ശേഷമോ സുക്കൂൻ വരാത്ത ഒരു കേസാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ, അവിടെ ഹംസ വന്നിട്ടില്ലെങ്കിൽ സിലത്തു സുഗ്റ എന്ന് പറയുക. എന്നാൽ ഹ ഉൽ വമീറിന്റെ ശേഷം ഹംസ വന്നിട്ടുണ്ടെങ്കിൽ അതിന് സിലത്തുൽ കുബ്ര എന്ന് പറയുക. നിങ്ങൾക്ക് ആ മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ഇനി 1ന്റെയും 2ന്റെയും ഇടയിൽ ഒരു ഹ ഉൽ വമീറിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ
അവിടെ ഹൗ ലമീറിന്റെ മുൻപോ ശേഷമോ സുക്കൂൻ വന്നിട്ടുണ്ട്. സുക്കൂൻ വരാത്തപ്പോഴാണ് നീട്ടുക. പക്ഷേ സുക്കൂൻ വന്നിട്ടുണ്ട് എങ്കിൽ അവിടെ നീട്ടാനേ പാടില്ല. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ ഉദാഹരണം, അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി ഹൗ ലമീറാണ്. പക്ഷേ അതിന് മുമ്പ് ഉള്ള അക്ഷരം യാ ഇന് സുക്കൂനാണ്. അതുകൊണ്ട് തന്നെ അവിടെ നീട്ടാൻ പാടുള്ളതല്ല. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കുക താഴെ. വ അന്നാ ലഹു, ലഹു ഹൗ ലമീറാണ് വന്നത്. ഇവിടെ ഹൗ ലമീറിന്റെ ശേഷം സുക്കൂൻ വന്നു. കണ്ടില്ലേ? ലഹു ദിക്റ എന്നതിൽ അവിടെ അലിഫ് വന്നിട്ടുണ്ട്. ആ അലിഫിന് സുക്കൂനാകുന്നു, ഹറക്കത്തുകളില്ല. ആദ്യത്തെ ഉദാഹരണം ഹൗ ലമീറിന്റെ മുൻപാണ് സുക്കൂനെങ്കിൽ രണ്ടാമത്തെ ഉദാഹരണം ഹൗ ലമീറിന് ശേഷമാണ് സുക്കൂൻ. രണ്ടിടത്തും നീട്ടാൻ പാടുള്ളതല്ല. ഇനി ഞാൻ ഉദാഹരണം പാരായണം ചെയ്യാം. ഹൗ ലമീർ വരുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കുക. അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. അടുത്ത ഉദാഹരണം, وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى وأنى له الذكرى له الذكرى. ഔ ലമീർ വന്നു, പക്ഷേ ശേഷം സുക്കൂനാണ്. അതുകൊണ്ട് അത് നീട്ടിയില്ല. ഇതോടുകൂടി മദ്ദിൻ്റെ മൂന്നാമത്തെ ഇനമായ മദ് സില നാം പഠിച്ചു കഴിഞ്ഞു. അടുത്തത് ഇനിയുള്ളത് മദ്ദുൽ ലാസിം ആണ്. ഈ മദ്ദുൽ ലാസിമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെക്കാം. അതിനുശേഷമുള്ള മദ്ദിലേക്ക് പോവാം. നമ്പർ 5. ഓക്കെ, മദ്ദുൽ ആരിൽ ലിസ്സുക്കൂൻ. ആരിൽ എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടാകുക എന്നാകുന്നു അതിൻ്റെ അർത്ഥം. പുതുതായി ഉണ്ടാകുക, എന്തൊരു സംഗതി പുതുതായി ഉണ്ടായാലും അതിന് ആരിൽ എന്ന് പറയും. ഇവിടെ എന്താണ് പുതുതായി ഉണ്ടാകുന്നത്? ഇവിടെ പുതുതായി ഉണ്ടാകുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന, നൂനിന് അവിടെ ഫത്ഹാണ്. അർ റഹ്മാനി റഹീമി, അവസാനത്തെ മീമിന് കിസ്റാണ്. മാലിക് യൗമിദ്ദീനി, അവിടെയും കിസ്റാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനു, അവിടെ നൂനിന് ലമ്മാണ്. അപ്പോൾ ആയത്ത് അവസാനിക്കുന്നിടത്ത് സുക്കൂനല്ല ഉള്ളത്. അവിടെ ഫത്ഹുണ്ട്, കിസ്റുണ്ട്, ലമ്മുണ്ട്. പക്ഷേ അവിടെ വഖഫ് ചെയ്യുമ്പോൾ, നമ്മൾ ഓരോ ആയത്തിൻ്റെ അവസാനത്തിൽ വഖഫ് ചെയ്യുമ്പോൾ അവിടെ പുതുതായി ഒരു സുക്കൂൻ ഉണ്ടാകുന്നു. അതിനാണ് ആരിൽ എന്ന് പറയുക, ആ പുതുതായി ഉണ്ടായ സുക്കൂൻ. അപ്പോൾ ഇവിടെ ആലമീൻ എന്ന മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം അവിടെ പുതുതായി സുക്കൂൻ ഉണ്ടായി. റഹീം എന്നിടത്തും ഉണ്ടായി, യൗമിദ്ദീൻ എന്നിടത്തും ഉണ്ടായി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ, സൂറത്ത് ആലു ഇംറാൻ മുതലായ വലിയ വലിയ സൂറത്തുകളൊക്കെ തന്നെ, എന്നല്ല ഖുർആനിലെ ഏറ്റവും കൂടുതൽ സൂറത്തുകളിലെ ആയത്തുകളൊക്കെ അവസാനിക്കുന്നത് ആരിലായ മദ്ദോട് കൂടിയാണ്. ഇവിടെ ശരിക്കുള്ളത് തബഴിയായ മദ്ദാണ്. നമ്മൾ കാല, യഖൂലു, കീല എന്ന തബഴിയായ മദ്ദിൻ്റെ ഉദാഹരണം കണ്ടു. നൂഹീഹ ഒരേ വാക്കിൽ 3 മദ്ദുകൾ വന്ന ഉദാഹരണവും നാം കണ്ടു കഴിഞ്ഞു. അതൊക്കെ 2 ഹർക്കത്താണ് നീട്ടേണ്ടത്. എന്നതുപോലെയാണ് ഇവിടെ അലമീന 2 ഹർക്കത്താണ് നീട്ടേണ്ടത്. റഹീമി അങ്ങനെ തന്നെയാണ്. യൗമിദ്ദീനി അതും അങ്ങനെ. നസ്തഈനു അതും അപ്രകാരം തന്നെ. പക്ഷേ ചേർത്തി ഓതുമ്പോഴാണ് അത് തബഴിയായ മദ്ദാവുക. എന്നാൽ അവിടെ വഖഫ് ചെയ്യുമ്പോൾ അവിടെ സുക്കൂൻ വരുന്നു. സുക്കൂൻ വരുമ്പോൾ അത് തബഴിയായ മദ്ദല്ല, അത് ഗൈർ തബഴിയായ മദ്ദായി മാറും. ആ മദ്ദിൻ്റെ പേര് ആരിൽ എന്നാകുന്നു. പുതുതായി ഒരു സുക്കൂൻ ഉണ്ടാകുന്ന മദ്. അത് 6 ഹർക്കത്ത് വരെ നീട്ടാം.
പക്ഷേ ഒരു 4 ഹർക്കത്ത് വീതം നീട്ടിക്കൊണ്ടാണ് ലോകപ്രസിദ്ധ ഖാരികളൊക്കെ തന്നെ അത് പാരായണം ചെയ്യാറുള്ളത്. ഉദാഹരണമായി മുഷാരി റാഷിദ് അൽ അഫാസി, ഷെയ്ഖ് വദിയുൽ യമനി, ഷെയ്ഖ് സാദ് അൽ ഗാമിദി, അതുപോലെ തന്നെ ഷെയ്ഖ് അഹ്മദ് അൽ അജമി, ഇങ്ങനെ തുടങ്ങി ലോകപ്രസിദ്ധരായ ഖാരികളൊക്കെ ഒരു 4 ഹർക്കത്ത് വീതം നീട്ടിക്കൊണ്ടാണ് അത് പാരായണം ചെയ്യുക. സാധാരണഗതിയിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കപ്പെടുന്ന ക്ലാസ്സുകളിലൊക്കെ തന്നെ, അത് മദർസയാവട്ടെ മുതിർന്നവർക്ക് വേണ്ടിയുള്ളതാവട്ടെ, ഒക്കെ ഒരു 4 ഹർക്കത്ത് വീതം നീട്ടിക്കൊണ്ടാണ് അത് പാരായണം ചെയ്യുക. കാരണം ആ 4 ഹർക്കത്ത് നീട്ടിക്കൊണ്ട് പാരായണം ചെയ്യുമ്പോഴേ ഓത്തിന് ഒരു ഈണം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നാമും അത് ഫോളോ ചെയ്യുക. ഇപ്പം ഇവിടെ ഈ ആരിലായ മദ്ദിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്തുകളാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ അഊദുവും ബിസ്മിയും അവസാനിക്കുന്നിടത്ത് ആരിലായ മദ്ദാണ്. അതുകൊണ്ടാണ് അവിടെ 4 ഹർക്കത്ത് നീട്ടിക്കൊണ്ട് പാരായണം ചെയ്തത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. 4 ഹർക്കത്ത് വീതം. എന്നാൽ ചേർത്തി ഓതുമ്പോൾ അത് തബഴിയായ മദ്ദാണ്, 2 ഹർക്കത്തെ നീട്ടു. ഞാനൊന്ന് പാരായണം ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു. കണ്ടോ? ചേർത്തി ഓതുമ്പോൾ അത് തബഴിയായ മദ്ദാണ്, 2 ഹർക്കത്തെ നീട്ടു. ഇതിപ്പോൾ ആയത്ത് അവസാനിക്കുന്നിടത്തുള്ള ആരിലായ മദ്ദാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ വലിയ വലിയ സൂറത്തുകൾ പാരായണം ചെയ്യുമ്പോൾ വലിയ വലിയ ആയത്തുകൾ ഉണ്ടാകും. ആ ആയത്തുകൾക്കിടയിൽ നമ്മളിങ്ങനെ വഖഫ് ചെയ്തുകൊണ്ടേയിരിക്കും. വഖഫിൻ്റെ അടയാളങ്ങൾ ഉള്ളിടത്ത് വഖഫ് ചെയ്യും, അടയാളങ്ങൾ ഇല്ലാത്തയിടത്ത് ശ്വാസം തിങ്ങുമ്പോൾ നമ്മൾ വഖഫ് ചെയ്യും. അവിടെയൊക്കെ വഖഫ് ചെയ്യുന്നിടത്ത് തബഴിയായ മദ്ദായിരിക്കും. പക്ഷേ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ അവിടെ ഒരു സുക്കൂൻ പുതുതായി ഉണ്ടാകുന്നു, അത് ആരിലായ മദ്ദായിത്തീരുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഈ സൂറത്തുൽ ബഖറ 74-ാമത്തെ ആയത്തിൽ നാം കാണുന്നത്. ഇപ്പം അവിടെ ആദ്യമായി വഖഫിൻ്റെ അടയാളമുള്ള ഒരിടത്ത് നോക്കാം. 2ാമത്തെ ലൈന് ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, കണ്ടില്ലേ? അവിടെ ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാറു എന്നാണുള്ളത്. പക്ഷെ വഖഫ് ചെയ്യുമ്പോൾ അൻഹാർ സുക്കൂനായിത്തീരും. അൻഹാറു എന്ന് തുടർന്ന് ഓതുകയാണെങ്കിൽ 2 ഹർക്കത്തെ അവിടെ നീട്ടു. അതുപോലെ തന്നെ 3ാമത്തെ ലൈനിൽ യഹ്ബിതു മിൻ ഖശ്യത്തില്ലാഹി, കണ്ടോ? അവിടെ ചേർത്ത് ഓതുകയാണെങ്കിൽ അത് തബഴിയായ മദ്ദാണ്, മിൻ ഖശ്യത്തില്ലാഹി വമല്ലാഹു. പക്ഷെ അവിടെ വഖഫ് ചെയ്യുകയാണ്, വഖഫിൻ്റെ അടയാളമുണ്ട്. അപ്പോൾ അവിടെ ആരിലായ മദ്ദായിത്തീരും. അത് 4 ഹർക്കത്ത് നീട്ടണം. ഈ ആയത്ത് അവസാനിക്കുന്നിടത്തും അങ്ങനെ തന്നെ. അഅ്മ തഅമലൂന ചേർത്തി ഓതുമ്പോൾ അവിടെ തബഴിയായ മദ്ദാണ്, 2 ഹർക്കത്തെ നീട്ടു. പക്ഷേ ചേർത്തി ഓതുമ്പോൾ അത് 4 ഹർക്കത്ത് നീട്ടിക്കൊണ്ടാണ് പാരായണം ചെയ്യുക. ഇനി ഈ ആയത്ത് ഞാൻ വഖഫിൻ്റെ അടയാളമുള്ള ഇടത്ത് നിർത്തിയും നിർത്താതെയും പാരായണം ചെയ്യും. അപ്പോൾ ആ മദ്ദിൻ്റെ ദൈർഘ്യത്തിൽ വരുന്ന അന്തരം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن من الحجارة لما يتفجر منه الأنهار. വഖഫ് ചെയ്യുമ്പോൾ 4 ഹർക്കത്ത്. ഇനി ചേർത്തി ഓതുകയാണെങ്കിലോ ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശഖഖ്.
ചേർത്തി ഓതുമ്പോൾ 2 ഹർക്കത്തേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി അടുത്ത അരിലായ മദ് ശ്രദ്ധിക്കാം. وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وإن منها لما يهبط من خشية الله. വഖഫ് ചെയ്യുമ്പോൾ അരിതായ മദ്ദായി 4 ഹർക്കത്ത്. എന്നാൽ ചേർത്തി ഓതുമ്പോൾ لما يهبط من خشية الله وما الله بغافل عما تعملون. ഇതോടുകൂടി ആരിതായ മദ് അതിൻ്റെ ഉദാഹരണ സഹിതം നാം കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങളോട് ഈ മദ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നൽകേണ്ട ഉത്തരം മദ്ദുൻ ആരിൽ സുക്കൂൻ, ആരിൽ എന്ന് മാത്രം പറഞ്ഞാലും മാർക്ക് ലഭിക്കും. ഓക്കെ, ഇനി അടുത്ത മദ്ദിലേക്ക് പോകാം. മദ്ദുൽ ഇവള് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഇവിടെ നൽകിയ ഉദാഹരണത്തിൽ നോക്കുക. ഖുമുല്ലൈലി ഇല്ലാ ഖലീലൻ, തൻവീനാണ് അവിടെ ഉള്ളത്. അടുത്ത ആയത്ത് നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലൻ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീലൻ, ഒക്കെ തൻവീനാണുള്ളത്. തൻവീനും ബിൽ ഫത്ഹ്. ഇങ്ങനെ തൻവീനും ബിൽ ഫത്ഹിൽ നാം വഖഫ് ചെയ്യുമ്പോൾ ആ തൻവീനിൻ്റെ സ്ഥാനത്ത് ഒരു 2 ഹർക്കത്ത് മദ് വരും. 2 ഹർക്കത്ത് മദ്ദോട് കൂടിയാണ് വഖഫ് ചെയ്യേണ്ടത്. അതിനാണ് മദ്ദുൽ ഇവള് എന്ന് പറയുക. ഇവള് എന്നാൽ പകരം എന്നാണ് അർത്ഥം. ആ തൻവീനിൻ്റെ പകരം വരുന്ന മദ് എന്ന് ചുരുക്കം. ഇനി ഞാൻ പാരായണം ചെയ്യുമ്പോൾ ചേർത്തി ഓതുമ്പോൾ മദ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ തൻവീനാണ് ഉണ്ടാവുക. വഖഫ് ചെയ്യുമ്പോൾ മാത്രമാണ് മദ് ഉണ്ടാവുക. ഞാൻ ചേർത്തിയും വഖഫ് ചെയ്തും ഓതുമ്പോഴുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا. 2 ഹർക്കത്ത് മദ്ദോട് കൂടിയാണ് എല്ലാ ആയത്തുകളും അവസാനിപ്പിച്ചത്. എന്നാൽ ചേർത്തി ഓതുമ്പോൾ ശ്രദ്ധിക്കുക. قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا. ചേർത്തി ഓതുമ്പോൾ മദ്ദേ ഉണ്ടാവുകയില്ല, തൻവീൻ മാത്രമാണ് ഉണ്ടാകുക. ഇപ്പോൾ നമ്മൾ ആയത്ത് അവസാനിക്കുന്നിടത്തുള്ള മദ്ദുൽ ഇവളിൻ്റെ ഉദാഹരണങ്ങളാണ് കണ്ടത്. ഇനി നമ്മൾ വലിയ വലിയ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ആയത്തിനിടക്ക് വഖഫ് ചെയ്യുമ്പോൾ തൻവീനും ബിൽ ഫത്ഹിന്മേലാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ അവിടെയും 2 ഹർക്കത്ത് മദ്ദോട് കൂടിയാണ് വഖഫ് ചെയ്യേണ്ടത്. അതിൻ്റെ ഉദാഹരണമാണ് താഴെ കാണുന്നത്. അവിടെ നോക്കൂ. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅൻ, തൻവീനാണ്. അവിടെ വഖഫ് ചെയ്തുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ 2 ഹർക്കത്ത് നീട്ടണം. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ. കണ്ടോ? എന്നാൽ ചേർത്തി ഓതുമ്പോൾ قل نهبطوا منها جميعا
فإما يأتينكم مني هدى فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. അവിടെ ഫൈമാ യഅ്തിയന്നകും മിന്നീ ഹുദാ, അവിടെയും വഖഫ് ചെയ്യുമ്പോൾ 2 ഹർക്കത്ത് നീട്ടിക്കൊണ്ടാണ് വഖഫ് ചെയ്തത്. അപ്പോൾ തൻവീനും ബിൽ ഫത്ഹിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ആയത്തിൻ്റെ അവസാനത്തിലാവട്ടെ ആയത്തുകൾക്കിടയിലാവട്ടെ 2 ഹർക്കത്ത് നീട്ടിക്കൊണ്ട് പാരായണം ചെയ്യണം. ആ മദ്ദിന് മദ്ദുൽ ഇവദ് എന്ന് പറയുന്നു. ഒരു പക്ഷേ നിങ്ങളോട് ചോദിക്കുന്നത് മദ്ദുൽ ഇവദിനെ കുറിച്ചായിരിക്കും. മദ്ദുൽ ഇവദ് എന്നാണ് നിങ്ങൾ നൽകേണ്ട ഉത്തരം. ഇനി നമ്മളിന്ന് തുടങ്ങാൻ കുറച്ച് വൈകിയിട്ടുണ്ട്. കാരണം മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ ഇപ്പോൾ സമയമില്ല. മഗ്‌രിബി ബാങ്കിൻ്റെ സമയം വൈകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത ആഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് ഇന്ന് 7 മണിക്ക് തുടങ്ങിയത് 7:15 മാത്രമേ തുടങ്ങൂ. 15 മിനിറ്റും കൂടെ താമസിപ്പിച്ച്. എന്നാൽ മാത്രമേ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ തുടങ്ങാൻ വൈകിയത് കൊണ്ട് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കാനും ഒരു 6-7 മിനിറ്റ് താമസിപ്പിക്കുകയാണ്. മദ്ദിൻ്റെ 7ാമത്തെ ഇനം നമുക്ക് ഇവിടെ വിവരിക്കാം. പിന്നെ ഒന്ന് നമ്മൾ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട് മദ്ദുൽ ലാസിം. അത് ഇൻഷാ അല്ലാഹു തആല അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിവരിക്കുന്നതാണ്. അതോടൊപ്പം പിന്നെ അലാമാത്തുൽ വഖഫ് കൂടി നമ്മൾ അടുത്ത ആഴ്ച വിവരിക്കും. അടുത്ത ആഴ്ചത്തോടു കൂടി നമ്മുടെ ഈ തജ്വീദ് റൂൾസ് ക്ലാസ് അവസാനിപ്പിക്കുന്നതാണ്. നിയമങ്ങൾ തീർന്നത് കൊണ്ടല്ല, കാരണം ഇനി ജൂൺ 1-ാം തീയതി മുതൽ നമുക്ക് 3rd റൗണ്ട് മത്സരം ആരംഭിക്കണം. മത്സരത്തിനിടയിൽ ഈ തജ്വീദ് ക്ലാസ് നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുകയില്ല. പക്ഷേ ഈ 4 ക്ലാസ്സുകളിൽ വിവരിച്ച നിയമങ്ങളിൽ നിന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. അതിൽ നിന്ന് മാത്രമേ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ. ഇനി 7ാമത്തെ മദ്. ഓക്കെ, ഇവിടെ മദ്ദുല്ലീൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മദ്ദുല്ലീൻ എന്ന് വെച്ചാൽ 2 അക്ഷരങ്ങൾ, വാവ് യാ എന്നീ അക്ഷരങ്ങൾ, അവയ്ക്ക് ഹുറൂഫുല്ലീൻ എന്ന് പറയും. ഹുറൂഫുല്ലീൻ എന്ന് പറയും. ലീൻ എന്ന് വെച്ചാൽ വളരെ ലോലമായ മാർദ്ദവമുള്ള അക്ഷരം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിലെ വാവ് യാ അതിൻ്റെ ശബ്ദം വളരെ ലോലമാണ്, വളരെ മാർദ്ദവമുള്ളതാണ്. ഈ 2 അക്ഷരങ്ങൾക്ക് സുക്കൂനാവുകയും അവയുടെ മുൻപ് ഉള്ള അക്ഷരത്തിന് ഫത്ഹ ആവുകയും അതോടൊപ്പം ഈ അക്ഷരത്തിന് ശേഷമുള്ള അക്ഷരത്തിൽ നമ്മൾ വഖഫ് ചെയ്യുകയും ചെയ്യുമ്പോൾ 3 സംഗതികൾ ഒത്തുവരണം. ഒന്ന്, വാവ് യാ എന്നീ അക്ഷരങ്ങൾക്ക് സുക്കൂൻ വരണം. 2, അവക്ക് മുൻപുള്ള അക്ഷരത്തിന് ഫത്ഹ ആവണം. 3, ഈ അക്ഷരത്തിന് ശേഷം നമ്മൾ വഖഫ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു മദ് വരും, ഒരു അഡീഷണൽ മദ്. ആ മദ്ദിന് പറയുന്ന പേരാകുന്നു മദ്ദുല്ലീൻ. ഇവിടെ സൂറത്ത് ഖുറൈശിലെ 4 ആയത്തുകളും അവസാനിക്കുന്നത് മദ്ദുല്ലീനോട് കൂടിയാണ്. ഖുർആനിൽ മദ്ദുല്ലീനോട് കൂടി എല്ലാ ആയത്തുകളും അവസാനിക്കുന്ന ഒരേ ഒരു സൂറത്ത് ഖുറൈശ് മാത്രമാണ്. വേറെ അപൂർവം ചില സൂറത്തുകളിൽ ചില ആയത്തുകൾ മദ്ദുല്ലീനോട് കൂടി അവസാനിക്കുന്നുണ്ട്, അത്രമാത്രം. എന്നാൽ വലിയ ആയത്തുകൾക്കിടയിൽ നാം വഖഫ് ചെയ്യുമ്പോൾ നേരത്തെ ആരിൽ സുക്കൂനെ കുറിച്ച് പറഞ്ഞതുപോലെ, മദ്ദുൽ ഇവദിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഈ മദ്ദുല്ലീനും വന്നുകൊണ്ടേയിരിക്കും ആയത്തുകൾക്കിടയിൽ വഖഫ് ചെയ്യുമ്പോൾ. പക്ഷെ ആയത്ത് അവസാനിക്കുന്നിടത്ത് എല്ലാ ആയത്തിലും മദ്ദുല്ലീനുള്ളത് ഈ സൂറത്ത് ഖുറൈശ് മാത്രമാണ്. ഇനി സൂറത്തുകളിൽ തന്നെ അപൂർവം ചില ആയത്തുകൾ അവസാനിക്കുന്നിടത്ത് മാത്രമേ മദ്ദുല്ലീനുള്ളൂ. പക്ഷേ വലിയ വലിയ ആയത്തുകൾക്കിടയിൽ വഖഫ് ചെയ്യുമ്പോൾ ധാരാളം മദ്ദുല്ലീൻ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഉദാഹരണം നാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് സൂറത്ത് ഖുറൈശിലേക്ക് കിടക്കാം. അവിടെ ആദ്യത്തെ ആയത്തിൽ നോക്കുക, ഖുറൈശ്, അവിടെ മദ്ദില്ല. രണ്ടാമത്തെ ആയത്ത് സ്വൈഫ്, മദ്ദില്ല. 3 ബൈറ്റ്സ്,
അവിടെയും അങ്ങനെ തന്നെ. അവസാനത്തായത്ത് ഖൗഫ്, അവിടെയൊന്നും മദ്ദില്ല. പക്ഷേ ഇവിടെ ആദ്യത്തെ ആയത്ത് നോക്കുക, യാഇന് സുക്കൂൻ വന്നു, അതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹാണ്, ശേഷമുള്ള അക്ഷരത്തിൽ വഖഫ് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ അവിടെ മദ് വരും. അതാണ് മദ്ദുല്ലീൻ. അത് 6 ഹർക്കത്താണ്. 6 ഹർക്കത്ത് വരെ നീട്ടാം. പക്ഷെ അതും നമ്മൾ ആരിലായ മദ്ദിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരു 4 ഹർക്കത്ത് നീട്ടിക്കൊണ്ടാണ് സുപ്രസിദ്ധ കാര്യങ്ങളൊക്കെ പാരായണം ചെയ്യുക. അങ്ങനെ പാരായണം ചെയ്യുമ്പോഴാണ് ഓത്തിന് നല്ല ഒരു ശ്രവണ മാധുര്യം ലഭിക്കുക. ഇനി ഞാൻ പാരായണം ചെയ്യുമ്പോൾ അവസാനത്തിൽ ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. 4 ആയത്തുകളിലും മദ്ദുല്ലീൻ വന്നു. എന്നാൽ ചേർത്തി ഓതുമ്പോഴോ لإيلاف قريش إيلافهم رحلة الشتاء والصيف إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت. ചേർത്തി ഓതുമ്പോൾ അവിടെ മദ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇനി നാം ആയത്തുകൾക്കിടയിൽ മദ്ദുല്ലീൻ വരുന്നതിൻ്റെ ഉദാഹരണത്തിലേക്ക് പ്രവേശിക്കാം. ഒന്ന്, വയദുൽ ഇൻസാനു ബിശ്ശർരി ദുആഅഹു ബിൽ ഖൈർ. ഉണ്ടാവും അവിടെ യാന് സുക്കൂൻ വന്നു, അതിൻ്റെ മുമ്പിൽ ഫത്ഹാണ്, ശേഷമുള്ള റായിൽ വഖഫ് ചെയ്യുന്നു. വയദുൽ ഇൻസാനു ബിശ്ശർരി ദുആഅഹു ബിൽ ഖൈർ دعاءه بالخير وكان الإنسان عجولا. മദ്ദുല്ലീൻ വന്നു ആയത്തിനിടയിൽ. അടുത്തത് വലാ തഹിനു ഫി ഇബ്തിഗാഇൽ ഖൗം. ആദ്യം യാന്റെ ഉദാഹരണമാണെങ്കിൽ ഇവിടെ വാബിന്റെ ഉദാഹരണമാണ്. ولا تهنوا في ابتغاء القوم إن تكونوا تألمون فإنهم يألمون كما تألمون وترجون من الله ما لا يرجون وكان الله عليما حكيما. ഇനി ഫിബ്തിഗാഇൽ ഖൗമി എന്നിടത്ത് വഖഫ് ചെയ്യാതെ ഓതുമ്പോൾ വലാ തഹിനു ഫിബ്തിഗാഇൽ ഖൗമി ഇൻ തകൂനു തഅലമൂൻ, അവിടെ മദ് ഉണ്ടാവുകയും ഇല്ല. ഇതോടുകൂടി മദ്ദിൻ്റെ 7 ഇനങ്ങളിൽ 6 ഇനങ്ങളും നാം പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നിങ്ങളോട് മത്സരത്തിൽ ഈ ഏതെങ്കിലും അവസ്ഥയിൽ ആണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ യാ വാവ് എന്നീ അക്ഷരങ്ങൾക്ക് സുക്കൂനുണ്ടോ എന്ന് നോക്കുക. അതിൻ്റെ മുൻപ് ഫത്ഹാണോ എന്ന് നോക്കുക. തൊട്ടക്ഷരത്തിൽ വഖഫ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. വഖഫ് ചെയ്യാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നുകിൽ ആയത്തിൻ്റെ അവസാനത്തിലായിരിക്കും കാണിക്കുക, അല്ലെങ്കിൽ ആയത്തുകൾക്കിടയിൽ വഖഫിൻ്റെ അടയാളമുള്ളയിടത്തായിരിക്കും കാണിക്കുക. അപ്പോൾ നിങ്ങൾ പറയേണ്ടത് മദ്ദുല്ലീൻ എന്നാണ്. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ മാർക്ക് ലഭിക്കും ഇൻഷാ അള്ളാഹു തആല. അടുത്ത ആഴ്ച മഗ്രിബ് ബാങ്കിൻ്റെ സമയം വൈകിയത് കൊണ്ട് നമ്മൾ അടുത്ത ആഴ്ച 7:15 ക്ലാസ് തുടങ്ങുക. അടുത്ത ആഴ്ചത്തോടുകൂടി നമ്മുടെ ഈ തജ്വീദ് റൂൾസ് ക്ലാസ് നാം അവസാനിപ്പിക്കുന്നതാണ്. ഈ കഴിഞ്ഞ 2 ക്ലാസ്, ഇന്ന് 3ാമത്തെ ക്ലാസ്, അടുത്ത് 4ാമത്തെ ക്ലാസ്, ഈ 4 ക്ലാസ്സുകളിൽ വിവരിച്ച നിയമങ്ങൾ മാത്രമാണ് നിങ്ങളോട് ചോദിക്കുക. ഈ നിയമങ്ങൾ നിങ്ങൾ റിവ്യൂ നടത്തുക. ഇനി നമ്മുടെ
തേർഡ് റൗണ്ട് ആരംഭിക്കാൻ കേവലം 10-11 ദിവസം മാത്രമേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ യഥാവിധി പഠിക്കുകയും അങ്ങനെ ഖുർആൻ പാരായണത്തിൽ പ്രാവീണ്യം നേടുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരോ മെസ്സേജ് അയച്ചിരിക്കുന്നു, ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉണ്ടാവുമോ എന്ന്. എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്ത് പിറ്റേ ദിവസം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാറുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സിൻ്റെയും റെക്കോർഡ് ഗ്രൂപ്പിലുണ്ട്. ഇന്നത്തേതിൻ്റേതും ഇൻഷാ അള്ളാഹ് ഇടും. അടുത്തതിൻ്റേതും നമ്മൾ റെക്കോർഡ് ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.